Hi everyone, welcome back to another video. Today we are going to discuss about the conditions for the issue of bonus shares. So നമ്മൾ എന്താണ് ബോണസ് ഷെയർ, അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ കണ്ടീഷൻസ് ആർ ദ ഫസ്റ്റ് വൺ ഈസ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഒരെണ്ണം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും മറ്റൊരെണ്ണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഒരു കമ്പനി ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോട്ട് ചെയ്തിട്ടുള്ള മെൻഷൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സോ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനി ബോണസ് ഷെയർ അതിൻ്റെ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുതിയ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഈ ഒരു കമ്പനിക്ക് ഭാവിയിൽ എന്ത് ചെയ്യാം, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഈസ് അപ്രൂവ് ദ പ്രപ്പോസൽ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ബൈ മെമ്പേഴ്സ് ഇൻ ദി ജനറൽ മീറ്റിംഗ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡെസിഷൻസ് എടുക്കുന്നത്, ബട്ട് ദ ഡെസിഷൻ മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ ജനറൽ മീറ്റിംഗ്. അതായത് കമ്പനിയുടെ ഒരു ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ട് ആ ഒരു ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അവിടെ മുന്നോട്ട് വെക്കണം. ദെൻ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, അവിടെ കൂടിയിട്ടുള്ള എല്ലാ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സും അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമ്പനി പുതിയതായിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. Then the third point is company should have sufficient profits and reserves. നമുക്കറിയാം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആർക്കാണോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാറില്ല. പകരം കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് എന്നാണ് കമ്പനി ക്യാഷ് കണ്ടെത്തുന്നത്. സോ അവിടെ പറയുന്നത് കമ്പനി ഷുഡ് ഹാവ് ദ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ്. സോ എന്ത് ഉണ്ടായിരിക്കണം, കമ്പനിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ റിസർവ്സ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ദ ഫോർത്ത് പോയിന്റ് ഇസ് സാറ്റിസ്ഫൈ the guidelines of SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്റ്റോക്ക് മാർക്കറ്റുകളുടെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൻ്റെ അതോറിറ്റി, കൺട്രോളിങ് അതോറിറ്റിയാണ്. സോ ഷെയർ ഡീലിംഗ് ആണല്ലേ, നമ്മൾ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷെയറുമായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കുമായിട്ട് ഡീൽ ചെയ്യുന്ന അതോറിറ്റി എന്ന നിലക്ക് സെബി പറയുന്ന ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മളത് പിന്നീട് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ പറയുന്ന സെബി ഗൈഡ് ലൈൻസ് കൂടി ആര് ഫോളോ ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു കമ്പനി, ഈ ഒരു റെസ്പെക്റ്റീവ് കമ്പനി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇഫ് എനി പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഷുഡ് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ്. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ത് പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പുതിയ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. സോ ഇൻ കേസ് നമ്മൾ പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു കൺവേർട്ട്. എന്ത് ചെയ്യണം, അവർ നിലവിൽ അവരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ആക്കി, മീൻസ് അതിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം. കംപ്ലീറ്റ് എമൗണ്ട് കൊടുത്താലാണ് പാർട്ട്ലി പെയ്ഡ് ഷെയറിന് ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അങ്ങനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്, പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനി പുതിയ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. സോ അത്രയാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ ഇഷ്യൂ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് സെബി ഗൈഡ് ലൈൻ. സെബി മീൻസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു എന്ത് ചില കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ ഇഷ്യൂ അല്ലെ, അവിടെ നമ്മൾ പറഞ്ഞു സെബി മുന്നോട്ട് വെക്കുന്ന ചില കണ്ടീഷൻസ് കൂടി അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൂടി ആര് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്, കമ്പനി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദ കണ്ടീഷൻസ് ഓർ ദി ഗൈഡ് ലൈൻസ്, ദ ഫസ്റ്റ് പോയിന്റ് ഈസ് റിസർവ്സ് ഫ്രം എ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. ദാറ്റ് മീൻസ് കമ്പനിയിൽ നിലവിലുള്ള റിസർവ്, ആ റിസർവ് ഏതാണെങ്കിൽ ഫ്രം എ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് റീവാല്യൂ ചെയ്തിട്ട് ആ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് നോക്കാം. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യാറുണ്ട്, കമ്പനിയിൽ അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാറുണ്ട്, ഡിക്രീസ് ചെയ്യാറുണ്ട്, ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും സംഭവിക്കാറുണ്ട്. സോ ഏതെങ്കിലും അസറ്റ് റിവാല്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു എക്സസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വരുമാനമാണല്ലേ. സോ അത്തരം പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ അത്തരം എമൗണ്ടുകൾ ഏതിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല, കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാഷിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് റിസർവ്സ് ഫ്രം റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. Then the second point is it has not defaulted in payment of interest or principal in respect of fixed deposits or debt securities issued by
അതായത് നിലവിൽ കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഡ്യൂസും വരുത്തിയിട്ടുണ്ടായിരിക്കാൻ പാടില്ല. മീൻസ് കമ്പനിക്ക് ഷെയർസ് ഉണ്ട്, അതുപോലെ തന്നെ ലോണുകൾ, ഡിബഞ്ചറുകൾ പോലത്തെ ബോറോഡ് ക്യാപിറ്റലുകളൊക്കെ കമ്പനിയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. സോ ഇത്തരത്തിലുള്ള ബോറോഡ് ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ അതിന് മുകളിൽ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കും. ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിലും ലോൺ ആണെങ്കിലും അതിൻ്റെ മുകളിൽ കമ്പനി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ഒരു ടൈം പീരീഡ്, ഫിക്സഡ് ടൈം പീരീഡ് കഴിഞ്ഞ് ലോൺ എമൗണ്ട് കംപ്ലീറ്റ് തിരിച്ചടക്കണം. അതുപോലെ തന്നെ ഡിബഞ്ചറിനൊക്കെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടല്ലേ, അതൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയിട്ടുള്ളത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. സോ എനി ഡ്യൂ സച്ച്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡ്യൂസ് നിലവിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇൻട്രസ്റ്റ് എമൗണ്ടുകളോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടുകൾ എന്നൊക്കെ വെച്ചാൽ എക്സാക്റ്റ് നമ്മൾ എത്ര എമൗണ്ടാണ് കടമായിട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത്, ആ എമൗണ്ടുകളൊക്കെ സമയമായിട്ടും കൊടുക്കാത്തതുണ്ട് എങ്കിൽ അത്തരം കമ്പനികൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അവരുടെ പ്രൈമറി ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ബാധ്യതയാണുണ്ട് ഇത്തരം ഡെപ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം ഡ്യൂസ് കൊടുത്തു തീർക്കുക എന്നുള്ളത്. സോ നമുക്കറിയാം, നമ്മൾ ഷെയർ അല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയിൽ അധിക വരുമാനങ്ങൾ ഉണ്ടായിട്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ബിക്കോസ് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് റിസർവ്സ് എന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇതിന് വേണ്ട ക്യാഷ് കണ്ടെത്താം. സോ അത്തരത്തിൽ എക്സസ് പ്രോഫിറ്റ് ഉണ്ടായിട്ടും ഏത് വരാൻ പാടില്ല, ഈ പറഞ്ഞ ഡ്യൂസ്. ഒരിക്കലും എക്സസ് പ്രോഫിറ്റുകളൊക്കെ ഉള്ള കമ്പനി ഇത്തരം ഡ്യൂസ് ഉണ്ടാവാറില്ല. സോ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇത്തരത്തിലുള്ള ഡ്യൂസ് നിലനിൽക്കുന്ന കമ്പനികളാണെങ്കിൽ അവർ യാതൊരു കാരണവശാലും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഓഫ് ദ എംപ്ലോയീസ് സച്ച് ആസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ആൻഡ് ബോണസ്. സോ മറ്റൊരു കേസ്, നേരത്തെ പറഞ്ഞത് ഇൻട്രസ്റ്റുകളും അതുപോലത്തെ എമൗണ്ടുകളൊക്കെയാണ്. ഇനി പറയുന്നത് കമ്പനിയിലെ നിലവിലുള്ള എംപ്ലോയീസിനൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടല്ലോ, അതായത് എംപ്ലോയർ മാറ്റിവെക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ, അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റിയിലേക്ക് മാറ്റിവെക്കുക. ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ റിട്ടയർ ആയിട്ട് പോകുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന ലംസം എമൗണ്ടാണ്. അതിലേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കമ്പനികൾ കുറേശ്ശെ എമൗണ്ടുകൾ മാറ്റി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ബോണസുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇത്തരം എമൗണ്ടുകളൊക്കെ നിലവിലുള്ള എംപ്ലോയീസിന് കൊടുക്കാനുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല, അതൊന്നും മാറ്റി വെച്ചിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും തീർത്തിട്ടില്ല. സോ അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം കമ്പനികളും ഈ പറഞ്ഞ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ദ നെക്സ്റ്റ് പോയിന്റ്, ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദി ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ അവർക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് മസ്റ്റ് കംപ്ലീറ്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് സച്ച് അപ്രൂവൽ. നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഒരു ഡിസിഷൻ, അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡിസിഷൻ കമ്പനി ജനറൽ മീറ്റിംഗ് കൂടിയിട്ട് അവിടെ എന്ത് ചെയ്യണം, ആ ഒരു ജനറൽ മീറ്റിംഗിൽ കൂടിയിട്ടുള്ള മെജോറിറ്റി ആളുകളും അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അപ്രൂവ് ചെയ്ത ആ ഒരു ഡേറ്റ് മുതൽ 6 months, വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് അപ്രൂവൽ ദേ ഹാവ് ടു ഇഷ്യൂ ദ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു അപ്രൂവൽ കിട്ടിയിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ, മാക്സിമം 6 മാസമാണ് അവർക്ക് ടൈം പീരീഡുള്ളത്, അതിനുള്ളിൽ എന്ത് ചെയ്യണം, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി, വൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അനൗൺസസ് ദ ഇഷ്യൂ കനോട്ട് ബി വിത്ഡ്രോൺ. ഒരിക്കൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വിഡ്രോ അഥവാ പിൻവലിക്കാൻ പാടില്ല. ഒരിക്കൽ കമ്പനി ഡിക്ലെയർ ആയതാണെങ്കിൽ അത് കൊടുത്തേ തീരൂ. ഒരിക്കൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് കമ്പനി ഏറ്റിട്ടുണ്ടെങ്കിൽ അത് കമ്പനി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ അത്രയാണ് ഈ ഒരു സെബി ഗൈഡ് ലൈൻസ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.